അറബ് രാജ്യങ്ങൾക്ക് വീണ്ടും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ചില നിലപാടുകളൊക്കെ ഉറക്കെ പറയണമെന്നുമാണ് ഇറാൻ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പരാമർശിച്ച പ്രയോഗങ്ങൾ തന്നെ ഇങ്ങനെയാണ്: അറേബ്യൻ രാജ്യങ്ങൾ മൂടുപടം നീക്കുകയും രംഗപ്രവേശനം ചെയ്യുകയും നിലപാട് പറയുകയും വേണം. 55,000-ലധികം പാലസ്തീനികളെ ഇസ്രായേൽ കൊന്നു തീർത്തിരിക്കുന്നു. ഭക്ഷണവും വെള്ളവും മരുന്നും നൽകാതെ ഓരോരോ ദിവസവും കുട്ടികളും മുതിർന്നവരും മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സംസാരിക്കേണ്ടത് അറബ് രാജ്യങ്ങളാണ്. നിങ്ങളുടെ മൗനം വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ മൗനം ഇസ്രായേലിനുള്ള പിന്തുണയായിട്ട് അവർ കാണുകയും ചെയ്യുന്നു. ട്രംപിൻ്റെ കഴുത്തിൽ സ്വർണമാല ചാർത്തുകയും പറക്കാൻ വിമാനങ്ങൾ സൗജന്യമായി നൽകുകയും ചെയ്യുമ്പോൾ അവരുടെ കൂടി അനുവാദത്തോടും സപ്പോർട്ടോടും കൂടിയാണ് ഗസയിൽ പാലസ്തീനികൾ കൊല ചെയ്യപ്പെടുന്നത് എന്ന കാര്യം അറബ് രാജ്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഏറ്റവും ശക്തമായ രീതിയിലുള്ള വാക്ക് പ്രയോഗം നടത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളെ വിമർശിച്ചു കൊണ്ട് തന്നെയാണ് ഇറാൻ ഈ പ്രസ്താവന ഇറക്കിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിക്കുകയും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യത്തെക്കുറിച്ച് ആശയപരമായിരിക്കുന്ന ചില സംസാരങ്ങളും സംവാദങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അതിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അന്നും പുറത്തു വന്നിട്ടില്ല. അവരിങ്ങനെ പരാമർശിച്ചു പോയി എന്നല്ലാതെ. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. പല രാജ്യങ്ങളും ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കുന്നു. നയതന്ത്ര ബന്ധം മുഴുവനായിട്ട് വിച്ഛേദിക്കപ്പെട്ടിട്ട് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതെല്ലാം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ഉപയോഗപ്പെടുത്തുന്ന സമയത്തുള്ള അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഈ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും. അഥവാ കൂട്ടക്കൊല നടത്താൻ വേണ്ടി അനുവാദ പത്രം സമുദായത്തിൻ്റെ ആളുകൾ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് പ്രവർത്തികൾ. നിങ്ങൾ എന്തിനാണ് ട്രംപിനെ മാല അണിയിച്ചത്? ട്രംപിൻ്റെ രാജ്യമല്ലേ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നത്? അവരുടെ ആയുധം കൊണ്ടല്ലേ ഫലസ്തീനികളെ കൊല്ലുന്നത്? നിങ്ങൾ എന്തിനാണ് ട്രംപിന് വിമാനം നൽകിയത്? ആ വിമാനത്തിൽ പറന്നുകൊണ്ടല്ലേ ഇസ്രായേലിന് ഈ ഗസയ്ക്കെതിരെയുള്ള നയങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ വേണ്ടി ഇസ്രായേലിന് ട്രംപ് അനുവാദം നൽകുന്നത്? അപ്പോൾ ഏത് മേഖലയിലാണ് എത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറച്ചൊരു ബോധ്യമില്ലാത്തതിൻ്റെ കാര്യം എന്താണ്? വലിയ രീതിയിലുള്ള ആഘോഷ പരമ്പരകൾ തന്നെ യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ സുദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രാജ്യങ്ങളിലുടനീളം നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങളത് പത്രത്തിലും ടി വിയിലൂടെയൊക്കെ നിരീക്ഷിക്കുകയായിരുന്നു. സന്തോഷവും ആഹ്ലാദവും പങ്കിടുന്നതും പിന്നെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും. ഫലസ്തീനികൾ അന്നത്തെ ദിവസം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയില്ലാതെ പള്ളിക്ക് പുറത്ത് വസ്ത്രങ്ങൾ മാറിയെടുക്കാൻ വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ ഉടുത്ത വസ്ത്രത്തിൽ നിസ്കരിക്കുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ച ലോകം കണ്ടതാണ്. അപ്പോഴും അവർ മടങ്ങി വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ? ഇല്ല. ഭക്ഷണം നൽകാൻ നിങ്ങളെല്ലാവരും തയ്യാറായതുകൊണ്ട് മാത്രമല്ല, അവരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ വമ്പൻ സ്വീകരണം ട്രംപിന് വേണ്ടി നൽകുന്ന സമയത്ത് യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ അത് രാഷ്ട്രീയമായിരിക്കുന്ന എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാവും, നമുക്ക് മാറ്റി നിർത്താം. അവർക്ക് ആയുധപരമായ രീതിയിലുള്ള സഹായങ്ങൾ ഗസക്ക് നൽകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഉദ്ദേശ താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കരാർ വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ നിങ്ങൾ നൽകിയ ഭക്ഷണത്തിൻ്റെ വാഹനങ്ങളുടെ വരികൾ 9,000-ഓളം വാഹനങ്ങളായിട്ട് ഗസയുടെ പുറത്ത്, റഫയുടെ പുറത്ത് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്നു എന്ന് UN സ്റ്റേറ്റ് സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുട്ടറസ് തന്നെ പ്രസ്താവിച്ചത് നമ്മൾക്കറിയാൻ വേണ്ടി പറ്റും. നൽകിയാൽ മാത്രം പോരാ, അവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം. 3 രാജ്യങ്ങൾ സന്ദർശിച്ചു: സൗദി അറേബ്യയും UAEയും ഖത്തറും. രാജ്യത്തിൻ്റെ പേരെടുത്ത് അവർ പറഞ്ഞിട്ടില്ല. പകരം 3 രാജ്യങ്ങൾ സന്ദർശിച്ച സമയത്ത് ഈ 3 രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഡീലിങ്ങും കരാറും ഉണ്ടാക്കി. ആ രാജ്യത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിൻ്റെ കനത്തിന് പരസ്പരം അറബ് രാജ്യങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയും കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോഴും നിങ്ങൾ ഗസയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല.
ഗസയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഫലസ്തീൻ രാജ്യം രാഷ്ട്ര പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യത്ത് എത്തിയത് എന്നൊക്കെ ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു. അതിങ്ങനെയാണ്: ഗസയിൽ അല്ലെങ്കിൽ റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഗസയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ആ ഭക്ഷ്യധാന്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമൊരുക്കാൻ അമേരിക്ക സഹകരിക്കണം എന്നൊരു വാക്ക് ആരും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, നടക്കാൻ പറ്റാത്തവർ, മരണപ്പെട്ടവരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥിതി, ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടിക്കിടക്കുന്ന ജീവനുള്ള മനുഷ്യന്മാരുടെ കരച്ചിൽ കേട്ടിട്ട് അത് കേട്ടു നിൽക്കേണ്ട അവസ്ഥ അനുഭവിക്കേണ്ട ഫലസ്തീനികളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയി. സുഖസൗകര്യത്തിൻ്റെ മേലെ പീഡനം അനുഭവിക്കുന്നവരെക്കുറിച്ചും പ്രയാസം അനുഭവിക്കുന്നവരെക്കുറിച്ചും പറയാൻ നിങ്ങൾ എന്തിനു നാണിക്കണം? അമേരിക്ക ലക്ഷ്യമുള്ള രാജ്യമാണ്. സാമ്പത്തിക രംഗത്ത് മിഡിൽ ഈസ്റ്റ് മേഖല കീഴടക്കുക, കയ്യിലാക്കുക എന്നുള്ളത് മുമ്പത്തെ കാലത്തെ പോലെ അവർക്ക് ലക്ഷ്യമുള്ളതാണ്. ഇറാഖിൻ്റെ പരാമർശങ്ങളും അതിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: സദാം ഹുസൈൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പകരം പറയുന്നത് പ്രബലമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയുമുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കാലത്ത് അമേരിക്ക ശ്രമിച്ചത് ഈ മേഖല സ്വായത്തമാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം എതിർക്കുന്നവരുടെ ശബ്ദം പുറത്ത് വരരുത് എന്ന് അവർ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ബലവും ശക്തിയുള്ള രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമ പരമ്പരകൾ അവർ നടത്തി. അങ്ങനെ ആ ഭരണം കീമേൽ മറിഞ്ഞ് നമ്മൾ കണ്ടതാണ്. ലെബനാനെ കുറിച്ചുള്ള പരാമർശം അതിൽ പറയുന്നു, ഏറ്റവും വലിയ ഇസ്രായേലി വിരോധിയായിട്ടാണ് ഈ ലെബനാനല്ല, ഈ ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയെ ലോകം കണ്ടത്. കേണൽ ഗദ്ദാഫിയെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടുത്തെ വിമതപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വലിയ അക്രമം അമേരിക്ക നടത്തി രാജ്യം അട്ടിമറിച്ചു. ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പരാതി പോലും ഉയർന്നു. സിറിയയിൽ നടന്നത് അത് തന്നെയാണ്. സിറിയയിൽ ബഷർ അസദിൻ്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് അഭയം തേടിയിരിക്കുന്ന ബഷർ അൽ അസദ് സോഷ്യൽ മീഡിയ വഴി തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ, തൻ്റെ ദുരാവസ്ഥ പങ്കുവെക്കുന്നതിനിടയിൽ പറഞ്ഞു, എന്നെ പുറത്താക്കിയതിൽ അമേരിക്കക്കും ഇസ്രായേലിനും പങ്കുണ്ട്. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാടെടുത്ത് അത് ഏതു തരത്തിൽ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കാലങ്ങളായി അമേരിക്ക ചെയ്തു വരുന്നുണ്ട്. നിങ്ങളത് കാണുകയും അറിയുകയും ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ ഫലസ്തീന് നേരെ മാത്രമേ വരൂ എന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ആയിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഉദ്ദേശം തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന UN സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇസ്രായേൽ എന്ന് പറയുന്നത് സാമ്രാജ്യമാക്കി വികസിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ്, തങ്ങളത് ചെയ്യും. അതിൽ 4-5 മുസ്ലിം രാജ്യങ്ങളുടെ പേര് പറഞ്ഞതിൽ ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത് സൗദി അറേബ്യയുടെ ചില പ്രദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്തെന്നാണ്. ജോർദാനും സിറിയയും ലെബനാനും ഈജിപ്തും അതിൽ പരാമർശിക്കപ്പെട്ട പേരാണ്. അതിനപ്പുറം മറ്റ് 1-2 രാജ്യങ്ങളുടെ പേരും ഏറ്റവും ഒടുവിൽ പറയുന്നത് സൗദി അറേബ്യയുടെ ചില പ്രദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വിശാല ഇസ്രായേൽ സാമ്രാജ്യം തങ്ങൾ സൃഷ്ടിക്കും. അതിൽ ഗസയും വെസ്റ്റ് ബാങ്കും അടക്കമുള്ള പ്രദേശം പൂർണ്ണമായിട്ടും എന്നാണ് പറയുന്നത്. അത് UN സഭയിൽ ആ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വളരെ കൃത്യമായ രീതിയിൽ അവരുടെ നിലപാട് പറയുമ്പോൾ മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യം വളരെ കൃത്യമാണ്. ഇത് ഫലസ്തീനിൽ മാത്രം ഒതുങ്ങിയില്ല, ഇത് പോയി എവിടെ എത്തും? മുസ്ലിം അറബ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപേ മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അറബ് രാജ്യങ്ങൾ വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറയാൻ സമയമായിരിക്കുന്നു. മൂടുപടം നീക്കം ചെയ്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ നിലപാട് പറയണം. ഇറാൻ, അങ്ങനെയാണ് ചില പത്രത്തിൻ്റെ ഹെഡിങ് തന്നെ വന്നിരിക്കുന്നത്. മരിച്ചു തീരുന്ന ഫലസ്തീനികളുടെ എണ്ണത്തെക്കുറിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ആളുകൾ മരിച്ചു തീരുന്നുണ്ട് എന്ന് എല്ലാ പത്രങ്ങളും എല്ലാ മീഡിയകളും തുല്യമായ രീതിയിൽ തന്നെ സമ്മതിക്കുന്നതാണ്. 100-ലധികം മീഡിയക്കാരെ വെടിവെച്ച് കൊന്ന ഒരു പ്രദേശത്തിൻ്റെ പേര് കൂടിയാണ് ഗസ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ നിന്ന് യാഥാർത്ഥ്യം ലോകം അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ല അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു രാജ്യവുമായിട്ടാണ് ഫലസ്തീൻ ഏറ്റുമുട്ടുന്നത്. ആ ദുരാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ അവർക്ക് വിജയമുണ്ടാവാൻ വേണ്ടി ചേർന്ന് നിൽക്കേണ്ട അറബ് രാജ്യങ്ങൾ അവർക്ക് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പരിതാപകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യങ്ങൾ ഇറാൻ